ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കണ്ടുപോകാറേ ഉള്ളൂ. ആരും നമ്മുടെ അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാറൊന്നുമില്ല. അല്ലെങ്കിൽ ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകാമായിരുന്നു. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നാരങ്ങ പെരട്ട് നമുക്ക് ദൂരെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഗൾഫിലും ഒക്കെ കൊടുത്തിടാൻ പറ്റുന്ന ഐറ്റമാണ്. കുറേ നാളിരിക്കും. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഒരു ചട്ടി എടുത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും 6-7 ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഗ്രാമ്പു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇവിടെ ഒരു 1/2 kg ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പിടി ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം ഇളക്കി കൊടുക്കുക. അതിലേക്ക് കടുക് ഒരു പിടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പൊടി പരുവത്തിലാക്കി നമുക്ക് കിട്ടണം. അപ്പോൾ പൊടി പരുവത്തിലാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു ചട്ടി എടുത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 25-30 അല്ലിയോളം വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊരു ബ്രൗൺ ആയി വരണം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 4 അല്ലെങ്കിൽ 5 വലിയ സൈസ് ഇഞ്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടെ മൂത്ത് വരണം. ആ ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ നാരങ്ങ ചൂടുവെള്ളത്തിൽ അവിച്ച് മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്ക് ഉപ്പും അതുപോലെ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ഇഞ്ചി വേറൊരു പാത്രത്തിൽ ബ്രൗൺ കളറാകുന്നതിന് മൂത്ത് വരുന്നതിന് വേണ്ടി വെച്ചിരുന്നു. അതിലേക്ക് മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാശ്മീരി മുളക് പൊടി 1 സ്പൂണും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. നേരത്തെ അതിലേക്ക് ഉപ്പും കായവും ഇട്ട് വെച്ചിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കൂട്ട് അതിനകത്തൊന്ന് യോജിച്ച് വരണം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിനാഗിരി ആവശ്യത്തിന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആക്കാം. അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനകത്ത് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, മുളകുണ്ടായിരുന്നു, ഇഞ്ചി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് കായം ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. നാരങ്ങ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.